Good evening and welcome to Skyline Builders മണിമേളം. മണിമേളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കണ്ടസ്റ്റൻസിന് കംപ്ലീറ്റ് മ്യൂസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മ്യൂസിക് ഡയറക്ടർ തേജേട്ടൻ ആൻഡ് ടീം. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ പോകുന്ന 3 ടീമുകളെ ഏതാന്ന് നോക്കാം. ലെറ്റ്സ് വെൽക്കം ടീം തില്ലാന. ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം ടീം ലയം. ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ പോകുന്ന 3ാമത്തെ ടീം ലെറ്റ്സ് വെൽക്കം രാജഹംസം. റിൻഷ, ഇന്നെന്താ ഒറ്റയ്ക്കായ? സലീഷേട്ടൻ നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലാണ്. ഇന്ന് ഷൂട്ടിന് വരുന്നതിന് മുമ്പ് അതെ രാവിലെ അതെ പ്രഷർ ലോ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലാണ്. വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ പോവാ. ഒറ്റയ്ക്കല്ല, എത്ര ഫ്രണ്ട്സിന് എന്നെ സപ്പോർട്ട് ചെയ്യാം. അല്ല തന്നെ നിങ്ങളെ മണിച്ചേട്ടൻ സഹായിച്ച് കൊല്ലുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്കിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എനിവേ സലീഷ് പെട്ടെന്ന് വരട്ടെ, പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കണ്ടേ? യെസ്. മണിമേളം 12 ടീമുകളായിട്ട് മത്സരിക്കുന്ന കഴിവുറ്റ ഇവരെ പോലുള്ള ഒരുപാട് നല്ല ഗായകരുടെ ഒരു റിയാലിറ്റി ഗെയിം ഷോ മാത്രമല്ല, അപൂർവമായ അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ സകലകലാ വല്ലഭനായ മണിച്ചേട്ടൻ്റെ പ്രതിഭയുടെ ഒരു അരങ്ങ് കൂടിയാണ്. ഒട്ടും താമസിയാതെ നല്ലൊരു ഹർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ. എന്താണ് മണിച്ചേട്ടാ, എല്ലാ ദിവസവും പാടിക്കൊണ്ടാണല്ലോ വരാറ്? എല്ലാ ദിവസവും ഞാൻ പാട്ട് പാടിയാണ് വരാറ്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പാടാൻ പോകുന്ന പാട്ടിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ഞാനിത് പക്ഷേ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു പടത്തിന് ഷൊർണൂർ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ, ബുദ്ധിക്ക് കുറച്ച് ബുദ്ധിമാന്യം വന്ന കുട്ടിയാണ്. അപ്പം ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മണിച്ചേട്ടനല്ലേ മണിച്ചേട്ടൻ? ഞാൻ പറഞ്ഞു അതെ മോനെ. അപ്പം ഞാൻ രാജൻ പി ദേവ് സാറുണ്ട്, കൊച്ചിൻ കനീഫ്ക്ക് ഉണ്ട്, എല്ലാവരും ഉണ്ട്. മണിച്ചേട്ടൻ്റെ ഒരു സിനിമയിൽ കുറേ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടനെ, ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യൻ്റെ ഒരു ഒപ്പിട്ട് തരോ? അതിനെന്താ മോനെ, ഒപ്പിട്ട് തരാമല്ലോ. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രേക്കിൻ്റെ സമയമായി, ഊണ് കഴിക്കണ സമയമായി. അപ്പോൾ ആ ഊണ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഈ പയ്യനെ പിടിച്ച് പുറത്താക്കി. മാറ് ഇവിടെ ബ്രേക്കിൻ്റെ സമയം, മാറ്. ഊണ് കഴിച്ചാൻ പോവാണോ? ഊണ് കഴിച്ചാൻ പോവാ. ഞാൻ ഊണ് കഴിച്ചിട്ട് 5 ദിവസമായി ഞാൻ ഊണ് കഴിച്ചിട്ട്. എനിക്ക് കുറച്ച് ചോറ് തരുമോ? എനിക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഊണ് കഴിച്ചിട്ട് 5 ദിവസമായി. എൻ്റെ ചങ്ക് തകർന്ന നിമിഷമാണ് ആ നിമിഷം. ആ വിശപ്പിൻ്റെ വില എന്താണെന്ന് നിങ്ങൾ അറിയണം. അതിനെക്കുറിച്ചുള്ളൊരു ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത്. കണ്ണ് നിറഞ്ഞോ? ആ ദുഃഖം അങ്ങോട്ട് വിട്ടേക്ക. ഓക്കേ. വിശക്കണുണ്ടമ്മേ, എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ, എനിക്ക് വിശക്കണുണ്ടമ്മേ. ഇത്ര നേരായിട്ടും എന്തമ്മേ കഞ്ഞി തരാത്തതന്തേ, ഇത്ര നേരായിട്ടും എന്തമ്മേ കഞ്ഞി തരാത്തതന്തേ.
അമ്മിഞ്ഞ കാലം വരെ നിനക്ക് അമ്മിഞ്ഞ ഞാൻ തന്നില്ലേ, അമ്മിഞ്ഞ കാലം വരെ നിനക്ക് അമ്മിഞ്ഞ ഞാൻ തന്നില്ലേ. ഇപ്പോ നിനക്കു തരാൻ നമ്മുടെ നെഞ്ചിലെ ചൂടയുള്ളൂ, ഇപ്പോ നിനക്ക് തരാൻ നീ അമ്മയുടെ നെഞ്ചിലെ ചൂടയുള്ളൂ. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. മിഠായി കൊണ്ടുവരും മോൻ്റച്ഛൻ പാപ്പങ്ങൾ കൊണ്ടുതരും, മിഠായി കൊണ്ടുവരും മോൻ്റച്ഛൻ പാപ്പങ്ങൾ കൊണ്ടുതരും. തെക്കേ പറമ്പിലുള്ള മാങ്ങ അച്ഛൻ പറിച്ചു തരും, തെക്കേ പറമ്പിലുള്ള മാങ്ങ അച്ഛൻ പറിച്ചു തരും. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. അന്തിപ്പകലോളം വെയിലത്ത് വാടി തളർന്നൊരച്ഛൻ, അന്തിപ്പകലോളം വെയിലത്ത് വാടി തളർന്നൊരച്ഛൻ. അച്ഛനെ കാണുമ്പോഴോ ഉണ്ണിയുടെ കണ്ണ് കലങ്ങിയിടും, അച്ഛനെ കാണുമ്പോഴോ ഉണ്ണിയുടെ കണ്ണ് കലങ്ങിയിടും. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. കുന്നേറിപ്പോയൊരെൻ്റെ അച്ഛനെ കാക്കക്കുയിലെ കണ്ടോ, കുന്നേറിപ്പോയൊരെൻ്റെ അച്ഛനെ കാക്കക്കുയിലെ കണ്ടോ. ഇന്നേറെ നേരമായി എൻ്റെ അച്ഛൻ വന്നില്ല അച്ഛമ്മൂമ്മേ, ഇന്നേറെ നേരമായി എൻ്റെ അച്ഛൻ വന്നില്ല അച്ഛമ്മൂമ്മേ. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. അച്ഛനെ ചോന്നോണ്ട് നാട്ടാര് വീട്ടിൽ വരണുണ്ടമ്മേ, അച്ഛനെ ചോന്നോണ്ട് നാട്ടാര് വീട്ടിൽ വരണുണ്ടമ്മേ. മിണ്ടാട്ടമില്ല തൻ്റെ പൊന്നച്ഛനെ താഴെ കിടത്തണന്താ, മിണ്ടാട്ടമില്ല തൻ്റെ പൊന്നച്ഛനെ താഴെ കിടത്തണന്താ. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. താടിയത് കെട്ടണെന്താ അച്ഛൻ്റെ കാൽവിരൽ കെട്ടണെന്താ, താടിയത് കെട്ടണെന്താ അച്ഛൻ്റെ കാൽവിരൽ കെട്ടണെന്താ. അച്ഛനുറങ്ങിക്കോട്ടെ പൊന്നുമോനെ അച്ഛനുറങ്ങിക്കോട്ടെ, അച്ഛനുറങ്ങിക്കോട്ടെ പൊന്നുമോനെ അച്ഛനുറങ്ങിക്കോട്ടെ. വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ, വിശക്കണുണ്ടമ്മേ എനിക്ക് വിശക്കണുണ്ടമ്മേ. സോറി, അങ്ങനെയുള്ള ഒരുപാട് അനുഭവം അനുഭവിച്ചു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ്
അങ്ങനൊരു പാട്ട് പാടിയതും ഇനി നമുക്ക് വീണ്ടും ആ ദുഃഖം എല്ലാം കൈമാറി കവിത പാവം സാരില്ല. ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ നമ്മൾ വല്ലപ്പോഴും കരയണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട ചില കടമകളാണ്. ഇടയ്ക്ക് കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖം കിട്ടും എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ മണിമേളത്തിലൂടെ ഒരു കരയാനൊരു അവസരം കിട്ടിയതിൽ കൈരളി ചാനലിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യ റൗണ്ട് ഏതാണ്? നസീർ ഷീല അന്താക്ഷരിയാണ്. അതാണ് പറഞ്ഞത്. നമ്മൾക്കറിയാം നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഏറ്റവും സിനിമകൾ വന്നിട്ടുള്ളത് ഈ ജോഡികളിലാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ആ പഴയ ഗാനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ്. പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമുക്കപ്പം ക്യൂ സോങ്ങിലേക്ക് പോവാം. ഓക്കെ, ബാബു ഇപ്പം ആലോചിക്കണം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ സത്യം പറയട്ടെ, ഷീല ചേച്ചിയെ കുറിച്ചല്ലേ ആലോചിച്ചേ? ആ സൗന്ദര്യവും അന്നത്തെ നടപ്പും ആ പാട്ടിന്റെ ശബ്ദവും. അല്ല, അന്ന് പറഞ്ഞല്ലോ ഒരു ദൃശ്യം ബാബുവിന്റെ മനസ്സിലുണ്ടെന്ന്. അത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാട്ടൊന്ന് പാടും. ഓക്കെ. അല്ല, ഈ പാട്ടിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ പാടാൻ പോകുന്ന പാട്ടിന് ഇതിനകത്ത് നമ്മുടെ നസീർ സാറ് കാഴ്ച ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു ശ്രീദേവി എന്ന് പറയുന്ന പേരുള്ള ഒരു നായികയുണ്ട് കാവ്യമേള എന്ന പടത്തിൽ, ദേവി ശ്രീദേവി. അപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഈ നായിക തെറ്റിദ്ധരിച്ച് ഒരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രംഗമാണ്. അപ്പോൾ എനിക്കത് ഏറ്റവും, ഞാൻ ആ രംഗത്തെക്കുറിച്ചും കൂടി ആലോചിക്കായിരുന്നു. വളരെ ഫീൽ ചെയ്യുന്ന, പെട്ടെന്ന് അറിയാതെ ആളറിയാതെ നമുക്കില്ലേ, നമ്മുടെ മണിച്ചേട്ടൻ ഓർക്കുന്നുണ്ടോ വാസന്തി ലക്ഷ്മിക്ക് ബസ്സിനകത്ത് വെച്ച് തന്നെ ഒരു പെണ്ണടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഉള്ളപ്പോൾ ഞാൻ അതിനെക്കുറിച്ചായിരുന്നു കൂടുതലും ആലോചിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓർമ്മ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആ ഗാനം നമുക്ക് കേൾക്കാം. താങ്ക് യു ബാബു. റെഡി തേജേട്ടാ? ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ, നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. അമ്പലനടയിലും കണ്ടില്ല നിന്നെ, അരയാത്തറയിലും കണ്ടില്ല, ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അള്ളിപ്പൂങ്കാവിലും കണ്ടില്ല. റെഡി? Your time starts now. ഇഷ്ടം പോലെയുണ്ട്. കാനനച്ചായി. Right. ആയിക്കോട്ടെ, ഓക്കെ. കാനനച്ചായയിലാടുമിക്കാം ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്തുകൂടാ. കാനനച്ചായയിലാടുമിക്കാം ഞാനും വരട്ടെയോ നിന്റെ കൂടെ. നിന്റെ കൂടെ. നാ. Team Layam, your time starts now. നാ 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 നാ. നിൻപദങ്ങളിൽ നൃത്തമാടിടും. വെരി ഗുഡ്, പാടിക്കോളൂ. നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം, നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിധികളാടി, നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം. സ്വപ്നജാലം. സ്വല സ. Your time starts. നിങ്ങൾ എന്താ മറ്റേ ഹോമം ചെയ്യാൻ നിൽക്കണം? സ്വ ഓ ഹ ഹ്യു ഹ സ. സ്വർഗപുത്രി സ്വാവച്ചന പടം. സ്വർഗപുത്രി. Ready, പഠിക്കാം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ചതി സ്വരമണ്ഡപത്തിലെ സോപാനനായകനാ, എന്നെ നീ
സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനനായകനാക്കൂ എന്റെ നീ സ്വർഗപുത്രി നവരാത്രി. നവരാത്രി നാ. ടീം തില്ലാന നാ. യുവർ ടൈം സ്റ്റാർട്ട്സ് നാ, നൗ. നാ. നാ. പെട്ടെന്ന് പെട്ടെന്ന് നാ. നാ നാ നാ. നീലക്കൂവള പൂവുകളോ. ഓക്കെ, വെരി ഗുഡ്. പാടിക്കോളൂ. നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ കുലയ്ക്കും വില്ലുകളോ കരളിൽ പടരും മല്ലികളോ കുണുചില്ലികളോ നീലക്കൂവള പൂവുകളോ വാലിട്ടെഴുതിയ കണ്ണുകളോ മന്മഥൻ. മതി 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 മതി. മന്മഥൻ മാ. Yes, team. വാക്ക് നോക്കി നിൽക്കായിരുന്നു. ആണല്ലേ, ഇത്രയൊക്കെ പറ്റുള്ളൂ. അത് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നോണ്ട് നിർത്തിച്ചതാ. മന്മഥനോ മാ. മന്മഥനോ മാ. മാ. ലയം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാ. മാനത്ത് വെണ്ണിലവ്. പാടിക്കോളൂ. മാനത്ത് വെണ്ണിലാവ് മയങ്ങിയല്ലോ മധുമാസ പുഷ്പങ്ങളും മയങ്ങിയല്ലോ മണിയറ കൂട്ടിനുള്ളിൽ മലമഞ്ചം വിരിച്ചിട്ടും കളിത്തോഴനിയുമെന്നുറക്കമില്ലേ എന്നെ കാണായ ദേവനെന്നുറക്കമില്ലേ മാനത്ത് വെണ്ണിലാവ് മയങ്ങിയല്ലോ മധുമാസ പുഷ്പങ്ങളും മയങ്ങിയല്ലോ മണിയറ കൂട്ടിനുള്ളിൽ മലമഞ്ചം വിരിച്ചിട്ടും കളിത്തോഴനിയുമെന്നുറക്കമില്ലേ എന്നെ കാണായ ദേവനിന്നുറക്കമില്ലേ. ഉറക്കം. ഉറക്കം എന്തേ? എന്തിനാ? ആരാ ഉറങ്ങണേ? ബാബു പറഞ്ഞു കേട്ടോ. ടീം രാജഹംസം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Ready? ഉറങ്ങിക്കിടന്ന ഹൃദയം ഉറക്കം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, റൈറ്റ്. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ചുംബിച്ചുണർത്തി മനസ്സിൽ പടഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി മറ്റൊരു പാത്രത്തിൽ പകർത്തി ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ചുംബിച്ചുണർത്തി മനസ്സിൽ പടഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി മറ്റൊരു പാത്രത്തിൽ പകർത്തി. നൈസ് സോങ്. പകർത്തി പാ. റിൻഷ പാ പാ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മൊത്തം ആലോചിക്ക്. പാ. പഞ്ചവർണ്ണ കിളിവാലൻ. ഓക്കെ, വെരി ഗുഡ്. പഞ്ചവർണ്ണ കിളിവാലൻ തളിരിറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നില്ലേ കള്ളനാകും കാമദേവൻ വില്ലെടുത്തു തൊടുത്തപ്പോൾ മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു പഞ്ചവർണ്ണ കിളിവാലൻ തളിരിറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ. അല്ലോ. ആ ആ. ടീം ലയം ആ. യുവർ ടൈം ആ. സ്റ്റാർട്ട്സ്. തിരുവാതിര കളിച്ചോണ്ടിരിക്കുമ്പോ ആലോചിക്കണം. ആ. അവനോട് ചോദിക്കുമ്പോ എന്താ ചോദിച്ചാ എന്താ? ആ. അനുപമേ അഴകേ. നൈസ്. വെരി ഗുഡ്. പാടിക്കോളൂ. അനുപമേ അഴകേ അനുപമേ അഴകേ അല്ലിത്തുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ പുഷ്പമേ അലങ്കരിക്കൂ നിന്നന്തപുരം അലങ്കരിക്കൂ നീ അനുപമേ
നീർവഞ്ഞികൾ പൂത്തു. വെരി ഗുഡ്, പാടൂ. നീർവഞ്ഞികൾ പൂത്തു, നീർവാനം പൂത്തു, ചന്ദ്രനിലൂടെ ചന്ദനത്തോടെ വന്നടൂ. ആഴ്വാഴ്ത്തു, ആഴ്വാഴ്ത്തു, വന്നടൂ. നീർവഞ്ഞികൾ പൂത്തു, നീർവാനം പൂത്തു, ചന്ദ്രനിലൂടെ നിന്നുടെ ചന്ദനത്തോടെ വന്നടൂ. ആഴ്വാഴ്ത്തു, ആഴ്വാഴ്ത്തു, വന്നടൂ. സൂപ്പർ. വെരി ഗുഡ്. വാ, ഞാനാ, വാ, റെഡി. അപ്പൊ വാ, എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും കൂടെ പാടണം. ഓക്കെ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, ഞാൻ പാടാതിരുന്നാലോ പറ്റൂല. നിങ്ങളുടെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ആ ചേട്ടന്റെ പരാതി തീരൂല. റോഡൊരു റോഡാണ് ചേട്ടോ, റോഡൊരു റോഡാണ്. പാലം കടന്നാലോ ചേട്ടോ എന്നോട് വീടായേ. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ നിങ്ങളുടെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ വരാതിരിക്കൂല. വരാതിരുന്നാലോ നിങ്ങളുടെ എനിക്ക് നാണായി. പേരെന്താണ്? പെട്ടെന്ന് ചാടി വീണല്ലോ. ആഹാ. ഞാൻ എൻ്റെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. ആഹാ. മണിച്ചേട്ടൻ്റെ ഒരു മുടിഞ്ഞൊരു ആരാധകൻ. അതുപോലെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ മാത്രം പാടുന്ന ഒരു കലാകാരനുമാണ്. സൂപ്പർ. വയനാടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നപ്പം ഇതുപോലെ എൻ്റെ നാട്ടിലുള്ള കോയിക്കൽ ഫാമിലി എന്ന് പറയുന്ന ഒരു അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ളവരാണ് നടന്നുകൊണ്ടുള്ളത്. അവരിങ്ങനെ എന്നെയും കൂട്ടി ഇങ്ങനെ പോയ കൂട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞായി പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് മാത്രമേ അറിയത്തുള്ളൂ, വേറൊരു പാട്ടും അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഞാനിത് പാടുകയും പാടിക്കഴിഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് 1,00,000 രൂപ അവർ സ്പോൺസർ ചെയ്തു. പിന്നെ അങ്ങോട്ടൊക്കെ പിന്നെ സ്പോൺസറിൻ്റെ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു, ഘോഷയാത്രയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് മണിച്ചേട്ടനോടൊപ്പം ഇങ്ങനെ ഇതുപോലൊരു സ്റ്റേജിൽ നിൽക്കാനൊരു അവസരം കിട്ടിയത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്കിപ്പോൾ 1,00,000 രൂപ തരാൻ കഴിയില്ല, പക്ഷെ എൻ്റെ ഒരു ചക്കര ഉമ്മ തരാൻ ഞാൻ. അങ്ങനെ നമ്മൾ അപ്പൊ നമുക്ക് ഇതിന്റെ മാർക്ക് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? പിന്നെ നമ്മുടെ സംഭാവന. അതെ, സംഭാവന. തില്ലാനിക്ക് ഇന്ന് മാർക്ക് തരാൻ ഒരുപാട് സന്തോഷമുണ്ട്. സലീഷ് ഇല്ലാതെ റിൻച 30 മാർക്ക് വാങ്ങിച്ചു. വെരി ഗുഡ്. ടീം ലയം എന്നത്തെയും പോലെ അന്താക്ഷരി റൗണ്ടിൽ 30 മാർക്ക്. ടീം രാജഹംസത്തിന് 30 മാർക്ക്. ഇമേജ് റൗണ്ടാണ്.
ഇമേജ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ, ഭയങ്കര ഇമേജ് ആലോചിക്കാം. സ്റ്റൈലിലേക്ക് ഇരിക്കണം. എൻ്റെ ഇമേജ് നിങ്ങൾക്ക് അറിയാത്ത ആ സ്റ്റൈലിലേക്ക് ഇരിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ അവന്റെ സ്വഭാവം എന്താണല്ലോ അല്ലേ? ആ ഇമേജ് അല്ല, ഇത് വേറെ ഇമേജ് ആണല്ലേ? ഈ ഇമേജ് എന്ന് പറയുന്നത് ബസർ റൗണ്ട് ആണ്. ഒരു ഗാനം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഗാനത്തിന്റെ ആദ്യത്തെ വരികളിലുള്ള വാക്കുകളെ, ആ പാട്ട് തിരിച്ചറിയാനായിട്ടുള്ള 4 വാക്കുകളെ അല്ലെങ്കിൽ അർത്ഥം എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് 4 ഇമേജസുകൾ, 4 ഫോട്ടോകൾ ഈ വോളിൽ കാണിക്കും. ആദ്യത്തെ ഇമേജിൽ തന്നെ നിങ്ങൾ പാട്ട് ഐഡന്റിഫൈ ചെയ്ത് ബസർ അമർത്തി പാടുകയാണെങ്കിൽ അത് റൈറ്റ് ആണെങ്കിൽ 40 മാർക്ക്. പിന്നെ തെറ്റിയാൽ തെറ്റിയാൽ -10. അത് തീർച്ചയായിട്ടും ഉണ്ട്. പാസ് ഇല്ല. ഇമേജസ് കുറഞ്ഞ്, അതായത് നിങ്ങൾ ഓപ്ഷൻസ് കുറയും തോറും നിങ്ങളുടെ മാർക്ക് 10 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഈ ഇമേജുകൾ കാണിക്കുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ഒരു മീനിങ് അല്ലാതെ അതിൻ്റെ പര്യായ പദങ്ങൾ കൂടി നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ഒരു ഹാർട്ട് കാണിക്കുവാണെങ്കിൽ അത് മനസ്സ് ഇല്ലേ, ഹൃദയം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ഇമേജ് കാണാം. ഇമേജ് റൗണ്ട്. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, അത് എല്ലാവർക്കും അറിയാൻ പറ്റും. ലയം. 4 ഇമേജസും കണ്ടു കഴിഞ്ഞിട്ടാണ് വിപിൻ ബസ് അമർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടുകയുള്ളൂ ഇത് ആൻസർ ചെയ്താൽ. ഇനി പറയൂ ഏതാണ് പാട്ട്? ഹൃദയ സരസ്. വിപിൻ. റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഈ പാട്ട് എഴുതിയത് ആരാന്നറിയോ വിപിൻ? അതിലൊരു തമ്പിയുണ്ട്, അതിലൊരു കുമാരനുണ്ട്. ഓടാടുന്നു ഇത്രയും പറഞ്ഞു തന്നിട്ടാണോ? എന്തായാലും ആ പാട്ടൊന്ന് പാടിയേ കേക്കട്ടെ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്രനിമീലിത മിഴികളിലോറും അശ്രുബിന്ദുവിൻ സ്വർണബിന്ദു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. അപ്പോ അടുത്ത ഗാനം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇമേജസ്. നമ്പർ 1, വാതിൽ. ആയ്യടാ. ഇവനൊക്കെ വാതിലും പഴുതും കണ്ടപ്പോ മനസ്സിലായി. അവന് കറക്റ്റ് അത് മനസ്സിലായി എന്നുള്ളതാണ്. ഓരോരുത്തരുടെ സ്വഭാവമല്ലേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നീ കൃത്യമായിട്ട് എന്നെ പറഞ്ഞു. ഈ പാട്ടിന്റെ മ്യൂസിക് ആരാന്നറിയോ? ദക്ഷിണാമൂർത്തി സാർ. കറക്റ്റ്. സ്വാമി ഫിലിമിൽ അവസാനമായിട്ട് ചെയ്യാൻ തോന്നുന്നു. എന്തോ സിനിമയിലെ സിനിമയിലെ ലാസ്റ്റ്. അതെ അതെ പക്കയാണ്, കറക്റ്റാണ്. ഇത് വരികൾ ആരാ എഴുതിയെന്നറിയോ? അതിനകത്തൊരു വി ഉണ്ട്, അതിനകത്തൊരു ഓ ഉണ്ട്. പാടിക്കഴിഞ്ഞാൽ 30 മാർക്ക് കിട്ടും. പാടണം. പാട്. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതരും ത്രിസന്ധ്യ പോലെ അതിലൂലമിൻ ഇടനാഴിയിൽ നിൻ കഥ മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതരും ത്രിസന്ധ്യ പോലെ അതിലൂലമിൻ ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. 30 മാർക്സ്. വെരി ഗുഡ്. മൂന്നാമത്തെ അവസരം നിങ്ങളെ കാത്തിരിക്കുന്നു. മൂന്നാമത്തെ സോങ്ങിലേക്കുള്ള ഇമേജസുകൾ. ആദ്യത്തേത് മേഘമാണ്. ആകാശവാവാം. അടുത്തത് എന്താണെന്ന് എനിക്ക് അത് നിങ്ങൾ നിലവിളക്കുണ്ട്. തീരുമാനിക്കുക.
പൂവ്, നിലവിളക്കും പുഷ്പം, പുഷ്പമുണ്ട്. നെല്ല്, കതിര്, എന്ത് വേണേലും ആവാം. പിന്നെയും സന്ധ്യയും ആകാശവും ഒക്കെ വന്നു. ആകാശവും പിന്നെ കണി, വിഷുക്കണിയൊക്കെ ഇല്ലേ അതിനകത്ത്? ആകാശം, മലര്, വിഷുക്കണി, കണി, വിഷു, മലര്, സന്ധ്യ വരെ ഉണ്ട് ഇതിനകത്ത്. സന്ധ്യ വരെ ഉണ്ട്. ഇതൊക്കെ എന്ത് വേണമെങ്കിലും തീരുമാനിച്ച് എന്തൊക്കെ പറഞ്ഞു. ഏതാ 10 മാർക്കേ ആൻസർ പറഞ്ഞായിട്ട് കിട്ടുള്ളൂ. കൊടുത്തു പണി, കൊടുങ്ങല്ലൂർക്കാരി കൊടുത്തു. ഏതാണ്? അപ്പൊ അത് പെട്ടെന്ന് പാടിക്കൂടെ, പറഞ്ഞൂടെ? എന്തിനാ ടെൻഷൻ അടിക്കണത്? ഇങ്ങനെയല്ല ആലോചിക്കുക, അത് വട്ടുന്ന പറയാൻ അർത്ഥം. ഞാൻ ആലോചിച്ചു വന്നപ്പോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. അങ്ങനെ പറയരുത്. ആ പാട്ടൊന്ന് പാടാവോ? ആകാശമാകെ കണിമല കതിരുമായി ഉണർന്നുപോയി വരൂ. ആകാശമാകെ കണിമല കതിരുമായി ഉണർന്നുപോയി വരൂ. പുതുമണ്ണിന ഭൂമിയായി കനിയായി വരൂ. ഇനി 4ാമത്തെ 10 പാട്ടിലേക്ക് മാർക്ക് കിട്ടി. അടുത്ത പാട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇമേജസുകൾ. റിൻഷ കണ്ടു തുറന്നിരിക്കൂ. തുമ്പിയാവ. അത് കറക്റ്റ്, പെട്ടെന്ന് പാടും. പാടിക്കോളൂ. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. തുമ്പിയുണ്ട്, കുടമുണ്ട്, ഊഞ്ഞാലുണ്ട്, തുമ്പപ്പൂവുണ്ട്, വാന്നുള്ള ഇതുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസ്ക് എടുത്തതാണത്. റിസ്ക് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എനിവേ 40 points. അപ്പോൾ ഫൈനൽ ചാൻസ് നിങ്ങളുടെ മുന്നിൽ. ഒരെണ്ണം കൂടി അല്ലേ? ഒരെണ്ണം കൂടിയേ ഉള്ളൂ. റെഡി? ഇമേജസ്. കണ്ണ്, കണ്ണുനീരുണ്ട് അതില്. പൂക്കൾ, ചിരിക്കുന്നവരെന്നിട്ട് പറഞ്ഞിട്ട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂമ്പി എന്റെ മറഞ്ഞു എന്റെ ഉള്ളോകുടം പോലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂമ്പി എന്റെ മറഞ്ഞു എന്റെ ഉള്ളോകുടം പോലെ. ശരിക്കും ഇത് നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷ് ആളുടെ കണ്ണാണ്. ഒരു ഇംഗ്ലീഷ്കാരി കുട്ടിയാണ് അല്ലേ? മനസ്സിലാ? പക്ഷെ എന്തായാലും കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാൻ എത്ര ഈസിയാന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാർക്ക് ടീം തില്ലാന 40 points. ടീം ലയം 2 ചാൻസ് നിങ്ങൾക്ക് കിട്ടി, പക്ഷെ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞത്. സോ 20 points. സാറില്ല. ടീം രാജഹംസം അവരാണ് ഇന്ന് കലക്കിയത്. 60 points. ഓ, അടുത്ത റൗണ്ട് അവരൊക്കെ കുറച്ചു കാലം മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന റൗണ്ടാണ്. ലീഡ് സീൻ റൗണ്ട്. നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? 2 അവസരങ്ങൾ വെച്ച് നിങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അതങ്ങ് ബസർ റൗണ്ട് ആക്കി. ബസർ അമർത്താനായിട്ട് റെഡി ആയിട്ട് നിന്നോളൂ. നിങ്ങൾക്കറിയാം, ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു രംഗമാണ് ഞങ്ങളിവിടെ വിഷ്വലിൽ കാണിക്കുക.
അപ്പോൾ അത് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബസർ അമർത്തി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് ലഭിക്കും. 5 സീൻസ് ഉണ്ട്. അപ്പോൾ ടോട്ടലി 50 മാർക്സ് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി തെറ്റാണ് പറയുന്നതെങ്കിൽ -10. പാസ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ആരംഭിക്കാം. ലീഡ് സീൻ സീൻ കാണാം. ആദ്യത്തെ ലീഡ് സീൻ വരുന്നു. പറഞ്ഞു, പക്ഷേ ലൈനൊക്കെ കൃത്യമായിട്ട് വരണം. കുറെ നല്ല നല്ല അക്ഷരങ്ങളൊക്കെ ഉള്ളതാ. ഏതാ പാട്ടെന്ന് പറയേ? ഞാനും ഒരാളാകും. എന്ത്? ഏയ് മീനക്കുട്ടി, എങ്ങനെ? പാഠം ചൊല്ലി പഠിച്ചും പഠിച്ചും ഞാനും ഒരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. മതി, അത്ര പഠിച്ചാ മതി. കൂടുതൽ പഠിക്കണ്ട മക്കളെ, മതി. കറക്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ലീഡ് സീൻ കാണാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വീണ്ടും രാജഹംസം. അതെ, ഏതാണ്? അനുരാഗത്തിൻ വേല പാടികളു. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാനം. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാനം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം ഇവളീ മണ്ണിൻ വിസ്മയം. ഇനി എൻ്റെ മാത്രം അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടു പ്രേമാനം. അടിപൊളി, വെരി ഗുഡ്, അടിപൊളി. അപ്പൊ ഇവർക്ക് പിന്നെയും 10 മാർക്ക്. അങ്ങനെ 20ആയി. ഇനിയിപ്പം അപ്പൊ നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ ലീഡ് സീൻ കാണാം. അയ്യോ, ഒറ്റയ്ക്കിരിക്കുന്ന റിൻഷ ബസർ അമർത്തുമ്പോൾ നമുക്ക് ആവശ്യമാണ്. ഓ, പറയൂ റിൻഷ. കണ്ണീർ മഴ സൂപ്പർ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. നോവിൻ കടലിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ മാറി. മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലടിഞ്ഞു ഞാൻ. ലോകമേ നിൻചുടി ചിരി കാണാം. കരൾ വീണമീട്ടി പാട്ടു പാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. നമ്മൾ ഈ പാട്ട് അടിപൊളിയായി. പക്ഷേ ഈ സമയത്ത് ഓർക്കുന്നത് നമ്മുടെ ബഹദൂർക്ക അഭിനയിച്ചൊരു പടമാണ്. അദ്ദേഹത്തിനെ നമ്മൾക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടി ഈ അവസരത്തിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, 10 points. എന്തായാലും 10 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി 4ാമത്തെ ലീഡ് സീൻ. കറുത്ത പെണ്ണും ഒക്കെ. പക്ഷെ അതിനു മുമ്പ് ഇതിനകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതൊന്ന് പറയാവോ? ലേലു അല്ല മുത്തുകം അല്ല, വഴി ചോദിക്കുന്ന ഒരു രംഗുണ്ട്, അതൊന്ന് പറയാവോ? ശ്രീഹള്ളിയിലോട്ടുള്ള വളി. ഇത് എങ്ങനെ? ശ്രീഹള്ളിയിലോട്ടുള്ള വളി. അങ്ങനല്ല, വളി. എന്തായാലും ആ പാട്ടൊന്ന് പാടിക്കോളൂ. ഓക്കെ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.
കരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേനടി കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുമേ കരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടാഴ്ച മഞ്ഞേനടി തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ നിന്നെ ഞാൻ ചിരിപ്പുണ്ടേ. ഇനി ലയം, നിനക്കൊരു അവസരം തരാണ് ഞാൻ. ഇതിൽ ലാലാട്ടം പറയുന്ന ഒരു ഡയലോഗ് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? അല്ല, നിനക്ക് ഇപ്പോഴാ ചാൻസ് കിട്ടുള്ളൂ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിനക്ക് പറയാൻ പറ്റില്ല, നീ ചോദിച്ചോ. 4 മുത്തുകൾ 4 ഓംലൈറ്റ് എന്നൊക്കെ പറയണ പോലെ. കണ്ട എന്ത് കഷ്ടടാ. കുഴപ്പമില്ല, അടിപൊളിയായി പാടി. വെരി ഗുഡ്. അപ്പോൾ ഇനി ഒരു ലീഡ് സീനും കൂടി ഉള്ളൂ. 5ാമത്തേതാണ് വരുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ലാസ്റ്റ് സീൻ. അക്കരെ നിൽക്കണ ചെക്കനമ്മ. കറക്റ്റ്. ഓക്കെ, പാടിക്കോളൂ. കൃത്യമായിട്ട് അറിയോ? മനസ്സിലൊരു ഉത്സവമല്ലേ മതിമറം നേടുകയല്ലേ. റിൻഷ പറ്റാവുന്ന രീതിയിലൊക്കെ പാടിയൊപ്പിച്ചു. ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 5 സീൻസും കഴിഞ്ഞു. ഇനിയുള്ളത് മാർക്ക് കൊടുക്കൽ ചടങ്ങാണ്. ടീം തില്ലാന, നിങ്ങൾക്കെന്നല്ല റിൻഷയ്ക്ക് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത് 20 പോയിന്റ്സ്. വെരി ഗുഡ്. ടീം ലയം സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ടീം രാജഹംസം 30 പോയിന്റ്സ്. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്.